നമസ്കാരം. തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിസ്സഹായരായ പ്രവർത്തകർ വേദനയോടെ പിണറായി വിരുദ്ധരായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ CPM പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ വരുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇൻകുലാബ് വിളിച്ചവരെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. നിരപരാധികളായ പ്രവർത്തകർക്ക് പോലും തലശ്ശേരിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. 80ഓളം പേർക്കെതിരെ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ്. കുട്ടിമാക്കോൾ സ്വദേശി സഹദേവൻ അടക്കം 2 പേരെ മാത്രമാണ് ഇതുവരെ പിടികൂടാനായത്. ബാക്കിയുള്ളവരൊക്കെ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കാവിൽ സംഘർഷത്തിനിടെ തർക്കം പരിഹരിക്കാൻ ഇടപെട്ടവരെയും പോലീസ് കേസിൽപ്പെടുത്തിയെന്നാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം. അതായത് ചർച്ചയ്ക്ക് പോയവരും പ്രതികളായെന്നർത്ഥം. മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെ സംഘർഷം തടയുന്നതിനിടെ SI ഉൾപ്പെടെ പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. 27 പേർക്കെതിരെ തലശ്ശേരി പോലീസ് കേസുമെടുത്തു. വൈകിട്ട് മണോളിക്കാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘം കേസിലെ 1-ാം പ്രതിയും റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായിട്ടുള്ള ദിബിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. പിന്നാലെ സ്ഥലത്ത് സംഘടിച്ച ഈ CPM പ്രവർത്തകരൊക്കെ കൂടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. കൂടാതെ പ്രതിയെ അങ്ങ് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി. ഒരുമാതിരി ലാലേട്ടൻ സ്റ്റൈലില്. SI ഉൾപ്പെടെയുള്ളവരെ ഗേറ്റിനുള്ളിൽ പൂട്ടിയിടുകയും ഒക്കെ ചെയ്തു. ഇത് പോലീസിനെ പ്രകോപിപ്പിച്ചു. ഉത്സവം നടക്കുന്നതുകൊണ്ടും സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ടും പോലീസ് കൂടുതൽ ബലപ്രയോഗത്തിന് തുനിയാതെ പിൻവാങ്ങുകയാണ് ചെയ്തത്. തടഞ്ഞ CPM പ്രവർത്തകരിൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നാലെയാണ് കലാപശ്രമത്തിലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഉൾപ്പെടെ കേസെടുത്തത്. പോലീസുകാരെ കൊല്ലുമെന്ന് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. എഴുന്നള്ളിപ്പിനിടെ CPM പ്രവർത്തകർ ഇൻകുലാബ് മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് എന്നാണ് കേസ്. കേരളം ഭരിക്കുന്നത് ഞങ്ങളെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും കൂടി ഭീഷണിപ്പെടുത്തി. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകില്ലെന്നും ഭീഷണി മുഴക്കിയായിരുന്നു ബുധനാഴ്ചയിലെ ആക്രമണമെന്ന് FIR-ലുണ്ട്. പിന്നാലെയാണ് കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴുള്ള അതിക്രമം. എല്ലാം CPM-കാരാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ CPM തള്ളുകയാണ്. CPM ഭരണത്തിൽ പോലീസിനും രക്ഷയില്ലാതെയായെന്ന് കോൺഗ്രസും BJP-യും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. തലശ്ശേരിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. തലശ്ശേരിയിലെ കൃത്യമായ വിവരങ്ങൾ പിണറായിക്ക് ലഭിക്കുന്നുണ്ട്. മണോളിക്കാവിലെ പുതിയ സംഭവ വികാസങ്ങൾ P ജയരാജനും EP ജയരാജനും മുതലെടുക്കുമോ എന്ന സംശയവും പിണറായിക്കുണ്ട്. ഒരു കാലത്ത് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മൂവർ സംഘമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും. ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് 4 സംഘമായിരുന്നു. പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ്വ സൈനാധിപന്മാരായിരുന്നു ഇവർ. പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കൾ. പാർട്ടിയിൽ വിഭാഗീയ പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ. അതിൽ പിണറായിക്ക് ഇടവും വലവും നിന്ന് പടനയിച്ചവരിൽ പ്രധാനിയാണ് EP ജയരാജൻ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EPക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത് CPM-ന്റെ കണ്ണൂർ കോട്ടയിലുണ്ടാക്കിയ വിള്ളൽ ചെറുതൊന്നുമല്ല. P ജയരാജൻ ഇതിനു മുൻപ് തന്നെ പിണറായിയുടെ എതിർപക്ഷത്തായിരുന്നു. കോടിയേരി ആണെങ്കിൽ ജീവിച്ചിരിപ്പുമില്ല. പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മൂവർ സംഘം വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയാകെ ഇവർ ജീവിതം കൊണ്ട് തിരസ്കരിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ് ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയിട്ടുള്ളത്. പിണറായിയും കോടിയേരിയും EP ജയരാജനും സഹോദരങ്ങളെ പോലെയായിരുന്നു. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സംഘബലം കൊണ്ട് പ്രതിരോധിച്ചു. CMP-ക്കും MV രാഘവനുമെതിരായ യുദ്ധത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി പോരാടിയാണ് ഇവർ കണ്ണൂരിൽ നിലയുറപ്പിച്ചത്. ഇതിൽ മൂവരും ഒറ്റക്കെട്ടുമായിരുന്നു. രാഘവനെ പുറത്താക്കിയതും CMP-യെ തൂത്തെറിഞ്ഞും പാർട്ടിയിൽ ശുദ്ധികലശം തന്നെ ഇവർ നടത്തി. CITU വിഭാഗവും VS-ഉം തമ്മിലുണ്ടായ വടംവലിയിൽ VS-നൊപ്പം നിന്നു. വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ VS വിമർശനം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ഈ കണ്ണൂർ പടയ്ക്ക് കഴിഞ്ഞു. EP കേരളം മുഴുവൻ സഞ്ചരിച്ചാണ് VS-നോടൊപ്പം നിന്ന നേതാക്കളെ മറുകണ്ഠം ചാടിച്ചത്. അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്ത നേതാവാണ് EP. എന്നാൽ അതേ EP-യെ പിന്നീട് പിണറായി തള്ളി. അതും അധികാരത്തിൽ മതിമറന്നാണ്.
പാർട്ടിയിൽ വി എസ് ക്രമേണ ഒറ്റപ്പെട്ടു. വി എസിനൊപ്പം നിന്നവരിൽ പലർക്കും അധികാര സ്ഥാനങ്ങൾ പങ്കുവച്ചു. പുത്തൻ പണക്കാരുമായുള്ള സൗഹൃദം പുതിയ കാലത്തെ പാർട്ടി വികസനത്തിന് ആവശ്യമാണെന്ന് വ്യക്തമാക്കി. ലോകം മാറുമ്പോൾ കട്ടൻ ചായയും പരിപ്പോടയും അല്ല സഖാക്കൾ കഴിക്കേണ്ടതെന്ന ഓർമ്മപ്പെടുത്തലും വന്നു. പാർട്ടി സംവിധാനത്തെ അടിമുടി പുതുക്കി പണിതു. മൂവർ സംഘം പാർട്ടി സെന്ററിന്റെ അധിപന്മാരായി. പാർട്ടിയിൽ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ച ടി പി ചന്ദ്രശേഖരന്റെ തല പുക്കുല പോലെ തെറിച്ചു. അത് വിമർശനമുയർത്തുന്ന സഖാക്കൾക്ക് പാഠമായി. ഉൾപാർട്ടി ജനാധിപത്യം ഉൾക്കരുത്താക്കി. വി എസ് വെറുക്കപ്പെട്ടവനെന്ന മുദ്രകുത്തിയവർക്കൊക്കെ പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശനം ലഭിച്ചു. പ്രത്യയശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും പോന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ മൂലയിലായി. അധികാരം പങ്കുവയ്ക്കുന്നതിന് പുതിയ സമവാക്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി. പ്രായോഗികമായി അധികാരം എങ്ങനെ നിലനിർത്താമെന്നാണ് ആലോചിച്ചത്. സ്വകാര്യ സ്വത്ത് സംവാദത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ മറ്റുള്ളവർ സംഘം ചേർന്നാണ് പ്രതിരോധിച്ചത്. നേതാക്കന്മാരുടെ മക്കൾക്ക് പണസമ്പാദനത്തിന് പുതുവഴി വെട്ടുന്നതിനെ ന്യായീകരിച്ചു. ദല്ലാളുമാരുമായിട്ട് സൗഹൃദത്തിലുമായി ബൂർഷ്വാ പത്രങ്ങളും വലതുപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നത് എന്തും പച്ചക്കള്ളമെന്ന് ഒന്നടങ്കം വ്യാഖ്യാനിച്ചു. ഒടുവിൽ ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ പിണറായിക്കും കഴിഞ്ഞില്ല. അടുത്ത സമ്മേളനത്തോടെ CPM നേതൃത്വത്തിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. തലമുറ മാറ്റത്തിനായുള്ള പൊട്ടിത്തെറികളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു. ജയരാജൻ വേണ്ടത്ര ജാഗ്രതയൊന്നും കാണിക്കാറില്ല. എന്നാൽ ഇത്തവണത്തെ ജാഗ്രത കുറവിൽ അടിമുടി അടിതെറ്റി. കണ്ണൂർ കോട്ടയുടെ ആധിപത്യത്തിന് വിള്ളൽ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് EP-യുടെ വീഴ്ച. ഇവിടെയാണ് പി ജയരാജൻ പ്രസക്തമാകുന്നത്. വെറും ഖാദി ബോർഡ് മേധാവിയാകാനായിരുന്നു PJ-യുടെ വിധി. EK നായനാർക്ക് ശേഷം കണ്ണൂരിൽ പാർട്ടി അണികൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു ജയരാജൻ. ഈ സ്വാധീനം വ്യക്തിപൂജയിലേക്ക് എത്തുകയും പാർട്ടി ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് വളരാൻ ശ്രമിച്ചതുമാണ് അദ്ദേഹത്തിന്, അതായത് പി ജയരാജന് വിനയായത്. RSS ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടയാളാണ് പി ജയരാജൻ. ലളിത ജീവിതം നയിച്ചും താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായി ആത്മബന്ധം സ്ഥാപിച്ചതുമൊക്കെയാണ് ജയരാജനെ അണികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത്. എന്നാൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് പി ജയരാജന്റെ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാക്കി മാറ്റിയത്. തുടർച്ചയായി നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഭരണത്തിന്റെ പ്രതിച്ഛായയ്ക്ക് പോലും മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ വളർന്നതോടെയാണ് ജയരാജനെതിരെ നീക്കം ആരംഭിച്ചത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേളയിൽ പോലും രാഷ്ട്രീയ കൊലപാതകം നടന്നതും BJP ഇത് രാഷ്ട്രീയ ആയുധമാക്കിയതും അന്ന് വലിയ തിരിച്ചടിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ ടിക്കറ്റ് നൽകി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ ജയരാജന് ഇതിനുശേഷം ഒരു പദവിയും പാർട്ടി നൽകിയിട്ടില്ല. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പുകളിലും അവസരം ഉണ്ടായിട്ടില്ല. ജയരാജനൊപ്പം കോട്ടയത്ത് മത്സരിച്ച VN വാസവൻ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മടങ്ങിയെത്തുകയും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു. സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും PJ ആർമിയിലൂടെ പ്രവർത്തകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും രാഷ്ട്രീയ വിവാദം ഉണ്ടായതോടെ PJ ആർമിക്ക് പാർട്ടി വിലക്ക് ഏർപ്പെടുത്തി. റെഡ് ആർമി എന്ന പേരിൽ ഇത് പുനർജീവിപ്പിച്ചുവെങ്കിലും സജീവമല്ല. PJ ആർമിയുടെ അമരക്കാരായിരുന്നു അർജുൻ ആയങ്കിയും ആകാശ് തിലങ്കേരിയും. ഇവർ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് പി ജയരാജൻ വീണ്ടും വിവാദ പുരുഷനാകുന്നത്. ഇവർക്ക് ജയരാജനുമായുള്ള അടുപ്പമായിരുന്നു വിവാദത്തിന് കാരണം. ജയരാജൻ ഇവരെ തള്ളി പറഞ്ഞുവെങ്കിലും മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ പോയി വിവാദങ്ങൾ അങ്ങ് കത്തിച്ചു വെച്ചു. ഏറ്റവും ഒടുവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീതിന് വഴിവെച്ചതും ഇതേ വിവാദമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇവരുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് CITU നേതാവ് KP സഹദേവൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജയരാജൻ പൊട്ടിത്തെറിച്ചുവെന്നും ഇത് വാഗ്വാദത്തിലേക്ക് മാറുകയും യോഗം നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തുവെന്നുമാണ് പറയപ്പെടുന്നത്. പാർട്ടിക്കകത്ത് മാത്രം അറിയേണ്ട താക്കീത് എന്ന നടപടി യോഗശേഷം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതും വളരെ ശ്രദ്ധേയമായി. കണ്ണൂരിൽ ജയരാജന് പിന്നിൽ അണിനിരുന്ന പ്രവർത്തകരിൽ പലരും ഇന്ന് പാർട്ടിയിലില്ല. ആന്തൂരിൽ നടപടിക്ക് വിധേയരായവരിൽ ഭൂരിഭാഗവും ജയരാജനുമായി അടുപ്പമുള്ളവരാണ്. മാത്രമല്ല ജില്ലയിൽ പലയിടങ്ങളിലും ഇത്തരം പ്രവർത്തകരുമുണ്ട്. പാർലമെന്ററി രംഗത്ത് അധിക കാലമൊന്നും പ്രവർത്തിക്കാത്ത മുതിർന്ന നേതാവായിട്ടുള്ള ജയരാജൻ നിലവിൽ സംസ്ഥാന സമിതി അംഗം മാത്രമാണ്. മറ്റു ചുമതലകളൊന്നും ഇദ്ദേഹത്തിന് ഇപ്പോഴില്ല. ജയരാജന് പാർട്ടിയിൽ പിടിവിട്ടതോടെയാണ് ആകാശും അർജുനും CPM-നെതിരെ തിരിഞ്ഞത്. CPM-നെ വഴിവിട്ട പോക്കിനെതിരെ കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. പിണറായി വീഴുന്നത് കാത്തിരിക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. അവർ മണോളിക്കാവ് സംഭവം മുതലെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. മണോളിക്കാവിൽ CPM പ്രവർത്തകർ വീഴുമ്പോൾ അത് ബാധിക്കുന്നത് പിണറായിയെ മാത്രമാണ്. കാരണം EP ജയരാജനും P ജയരാജനും പിണറായിക്ക് എതിരാണ്. PJ-യും EP-യും തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ
പിണറായിയെ വീഴ്ത്താൻ കാത്തിരിക്കുകയാണ്. മണോളിക്കാവിലെ കലഹം വഷളാക്കിയതിൽ ഈ നേതാക്കളുടെ പങ്കും പിണറായി സംശയിക്കുന്നുണ്ട്. മണോളിക്കാവിലുണ്ടായ പോലീസ് ആക്രമണത്തിൽ നിലവിൽ പിണറായി പോലീസിനൊപ്പമാണ്. തന്റെ നാട്ടിൽ തന്നെ അപമാനിക്കാൻ ശ്രമം നടന്നതായി പിണറായി സംശയിക്കുന്നുണ്ട്. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ എന്ന മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് ഈ സാഹചര്യത്തിലാണ്. സാധാരണഗതിയിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി പോലീസിനെതിരെ സംസാരിക്കുന്നതാണ് ഒരു രീതി. എന്നാൽ കണ്ണൂരിൽ SP-യോട് പോലും ഇക്കാര്യത്തിൽ പിണറായി സംസാരിച്ചിട്ടില്ല. മണോളിക്കാവിലെ സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. എപ്പോൾ വേണമെങ്കിലും P ജയരാജൻ ഇത് തടയും. അങ്ങനെ സംഭവിച്ചാൽ P ജയരാജനും P ജയരാജനൊപ്പം നിൽക്കും. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് കേട്ടിട്ടില്ലേ? ആ മാനദണ്ഡത്തിലേക്ക് നീങ്ങുകയാണ് CPM. നന്ദി.